നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. നമ്മുടെ ധനമന്ത്രി ഇന്ന് പറഞ്ഞത് ആരും വിഷമിക്കേണ്ട, ശമ്പളവും പെൻഷനും ഒക്കെ തരുമെന്നാണ്. അതിനുള്ള കോൺഫിഡൻസ് എവിടെ നിന്നല്ല. ഇന്ന് കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കോടതി ഇന്ന് കനിഞ്ഞാൽ ശമ്പളവും പെൻഷനും ഒക്കെ തരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പറച്ചിൽ കേട്ടാൽ കേരളത്തിലെ സർക്കാർ എവിടുന്നോ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ശമ്പളവും പെൻഷനും ഒന്നും മുടങ്ങില്ല, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുക്കുന്ന പോലെ തോന്നും. പക്ഷേ കാശ് അവിടെയാണ് കിടക്കുന്നത്, കേന്ദ്രത്തിൽ. അവിടെ നിന്നും കോടതി കനിഞ്ഞ് കേന്ദ്രം കനിഞ്ഞാൽ മാത്രം ശമ്പളം കൊടുക്കാം എന്നാണ് അദ്ദേഹം പറയേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ അഹങ്കാരമാവുന്നുമല്ല. അദ്ദേഹം പറയുന്ന കേട്ടാൽ പിണറായി വിജയൻ സർക്കാർ ഇവിടെ പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ ശമ്പളവും പെൻഷനും അതുപോലെ തന്നെ എല്ലാം നൽകും എന്ന് തന്നെയാണ് പറയുന്നതെന്ന് തോന്നും. ശമ്പളവും പെൻഷനും ഒക്കെ നൽകാൻ 10,000 കോടിയിലധികം രൂപ കടമെടുക്കാൻ സർക്കാർ നീക്കം നടത്തുന്നു. എല്ലാ പ്രതീക്ഷയും സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ മാത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് മറികടക്കാൻ 10,000 കോടിയിലധികം രൂപ കടമെടുക്കാൻ അനുമതി തേടി കേരളം നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിറക്കും. 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ കാലയളവിൽ സംസ്ഥാനത്തിന് അനുവദിച്ച ചില തുകകൾ അധികമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് 21,000 കോടി രൂപയുടെ വായ്പാ പരിധി കേന്ദ്ര സർക്കാർ കുറച്ചത്. ഇതിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിന് അടിയന്തരമായി 10,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. വിധി അനുകൂലമാകുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഇത് ലഭിച്ചാൽ മാത്രമേ, ഈ വിധി അനുകൂലമായാൽ മാത്രമേ ശമ്പളവും പെൻഷനും അടക്കം കൊടുക്കാൻ കഴിയൂ. കേസിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ശമ്പളത്തിന്റെയും പെൻഷന്റെയും കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത്. എല്ലാവർക്കും കൃത്യമായി 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുമെന്നും ധനമന്ത്രി ഉറപ്പ് നൽകി. ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക ഈ വർഷം ട്രഷറി വഴി നൽകിയെന്നാണ് മന്ത്രിയുടെ വാദം. 22,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ആകെ ട്രഷറി വഴി നൽകാനായത്. 25,000 കോടിക്ക് മുകളിലായിരിക്കും ഈ വർഷത്തെ ആകെ ചെലവെന്നും മന്ത്രി പറയുന്നു. KSRTCക്കും KTDFCക്കും കൂടി 420 കോടി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിലപാടുകൾ ഏറെയുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സ്ഥിതി വരെ വന്നുവെന്നും വ്യക്തമാക്കുന്നു. കേസ് കൊടുത്തതിന്റെ ഭാഗമായി മാർച്ച് വരെയുള്ള പണം പോലും തരാൻ കഴിയില്ലെന്ന് കേന്ദ്ര നിലപാട് സ്വീകരിച്ചു. എന്നാൽ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പണം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുകയ്ക്ക് വേണ്ടി ഇടപെടാൻ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും മന്ത്രി വിമർശിച്ചു. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവർ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഇവർ കേന്ദ്രത്തിനെ വിമർശിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒറ്റക്കെട്ടാണ്. കേരളത്തിൽ മാത്രം UDFനെ വിമർശിക്കുകയും അവിടെ ചെല്ലുമ്പോൾ ഒരുമിച്ച് ചായ കുടിച്ച് പിരിയുകയും ചെയ്ത് കേന്ദ്രത്തിലെത്തുമ്പോൾ ഒരുമിച്ച് ചായ കുടിച്ച് പിരിയുകയും ചെയ്യുന്നവരാണിവർ. ഇവരെ എത്രത്തോളം വിശ്വസിക്കാമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എത്ര കാലം ഇങ്ങനെ കടമെടുത്ത് ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? ഈ കടമെടുക്കുന്നത് മുഴുവൻ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും, അതായത് ദൈനംദിന ചിലവുകൾക്കാണ് കേരളത്തിലെ സർക്കാർ കടമെടുക്കുന്നത്. ഈ ദൈനംദിന ചിലവുകൾക്ക് കേരളത്തിലെ സർക്കാർ കടമെടുത്താൽ ഉണ്ടാകാൻ പോകുന്നത് പിന്നീട് നമുക്ക് അത് തിരിച്ചടയ്ക്കാനോ നമുക്ക് പണം വരുന്ന മാർഗങ്ങൾ കണ്ടെത്താനോ കഴിയില്ല. അതുതന്നെയാണ് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയുടെ പരാജയമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ചെലവഴിച്ച തുകയുടെ കണക്ക് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളത്. കാരണം ഈ പണമെല്ലാം കേരളത്തിലെ മന്ത്രിമാരുടെയും മന്ത്രിമന്ദിരങ്ങളുടെയും അതുപോലെ തന്നെ പിണറായി വിജയന്റെയും ഒക്കെ ധൂർത്തിന് വേണ്ടി ചെലവഴിക്കുകയാണെന്ന് നമുക്ക് ഇവർക്കും അറിയാം. അതുകൊണ്ടാണ് 1-ാം തീയതി ആകുമ്പോൾ ഏതാണ്ട് ഒരു 25-ാം തീയതി കഴിയുമ്പോൾ നേരെ ഒന്നീ കോടതിയിലേക്ക് പോകും, പണം തരണേ എന്ന് പറയും, അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് പോകും പിച്ചച്ചട്ടിയുമായി. ഇത് രണ്ടുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറയും, തരാനുള്ള കാശാണ് തരാത്തതെന്ന്. കടമെടുക്കാൻ ഉള്ള കാശിനെയാണ് തരാനുള്ള കാശ് കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നത്. അതായത് കടം തരുന്നില്ല എന്നർത്ഥം. നമ്മൾ പരാതി പറയുന്ന പോലെ നമുക്ക് കുറെ പണത്തിന്റെ ആവശ്യമുണ്ട്, അത് മറ്റാരെങ്കിലും നമുക്ക് തരുന്നില്ല എന്ന് പറയുന്നത് പോലെയുള്ള കാര്യമുള്ളൂ. ഇപ്പോൾ എനിക്ക് കാശിന് ആവശ്യമുണ്ട്, കേരളത്തിലെ സർക്കാർ തരുന്നില്ല എന്ന് ഞാൻ പറയുന്ന പോലെ തന്നെയാണ് കേരളത്തിലെ സർക്കാരിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് കേന്ദ്രം കടം തരണം. ആ കടമാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നതോ കേന്ദ്ര സർക്കാർ ഞെരുക്കുകയാണ് എന്നാണ്. കേന്ദ്ര സർക്കാരുള്ള പണമെല്ലാം എടുത്തു കൊടുത്താൽ പിണറായി വിജയനും കൂട്ടർക്കും വീണാ വിജയനും ഒക്കെ കൂടുതൽ കോടികളും ആസ്തികളും ഉണ്ടാകുമെന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമില്ലെന്ന് കേന്ദ്ര സർക്കാരിനും അറിയാം. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ അങ്ങ് കൊടുക്കാത്തതും. മാത്രമല്ല അതിനുള്ള അവസ്ഥ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ സംസ്ഥാനങ്ങളൊക്കെ അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. കേരളം മാത്രം അങ്ങനെ വിനിയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ആലോചിച്ച് നോക്കും, മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഈ പ്രശ്നമില്ല. ഇത് പ്രതിപക്ഷ സംസ്ഥാനമായതുകൊണ്ട് അല്ലെങ്കിൽ CPM ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വിഷയമില്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഈ വിഷയമില്ല. അവരൊക്കെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പണം കിട്ടുന്നില്ല എന്ന് വിലപിക്കുന്നവർ ഒന്ന് ചോദിക്കണം, തമിഴ്നാടിന് ഈ പ്രശ്നമുണ്ടോ?
മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും ഈ പ്രശ്നമുണ്ടോ? മറ്റ് എതിർകക്ഷികൾ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിന് ഈ വിഷയമുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. എന്നാൽ ഇവിടെ അതല്ല, മാധ്യമങ്ങളടക്കം ചോദിക്കില്ല. കാരണം മാധ്യമങ്ങളെല്ലാം പഴയ SFIക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പല മാധ്യമങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും ഒക്കെ പഴയ SFIക്കാരാണ് ഭരണം നടത്തുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരികളായിരുന്നവരും മുഖ്യമന്ത്രിയുമായൊക്കെ ബന്ധമുള്ളവരുമൊക്കെ അവിടെ പോയിരുന്ന അവർ ഇതൊന്നും ചോദിക്കാതെ ഒന്ന് സുഖിപ്പിച്ച് ചോദ്യമൊക്കെ ചോദിച്ച് തിരിച്ചു പോരുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഇനി ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്, ജനങ്ങൾ അത് ചോദിക്കണമെന്നാണ് പറയാൻ കഴിയുന്നത്.